ഉമർ തങ്ങളോ ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. മദീനത്ത് പോയവർക്കറിയാം, ബാബുസലാം എന്ന് പറയുന്ന ഒരു വാതിലെന്റെ പ്രിയമുള്ളവര്, മദീനത്തുള്ള വാപ്പമാര് മദീനത്ത് പോകുമ്പോ അതമില്ലാതെ നടക്കാൻ പാടില്ല. മദീനത്ത് പോകുമ്പോ അതമില്ലാതെ നടക്കാൻ പാടില്ല. മദീനത്ത് ചെല്ലുമ്പോ പടച്ചവരെ കോടിക്കണക്കാന് ആയിരക്കണക്കാന് ലക്ഷക്കണക്കാന് ആശുപത്രികളുണ്ടല്ലോ. ആ ചുട്ടുവെള്ളം മദീനയുടെ മണ്ണില് പടച്ചവരെ ചെരുപ്പില്ലാതെ നടക്കുന്നത് കാണാൻ കഴിയുന്നതാ. അവിടെ പ്രവാചകൻ കിടക്കുന്നുണ്ട്. പ്രവാചകന്റെ ചാരത്ത് ആരാ കിടക്കുന്നതോ? പ്രവാചകന്റെ ചാരത്ത് ആരാ കിടക്കുന്നതോ? ഒരു കാലഘട്ടത്തിൽ നബി തങ്ങളുടെ തലയെടുക്കാൻ കടന്നുപോയ എല്ലാ തെമ്മാടിത്തരങ്ങളോ എല്ലാ തിന്മകളോ ചെയ്തിരുന്ന ഉമറുണ്ടല്ലോ. റസൂലുള്ളാഹിയുടെ ചാരത്താ കിടക്കുന്നത് പെങ്ങളെ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, എല്ലാ തിന്മകൾ ചെയ്ത, എല്ലാ തെമ്മാടിത്തരങ്ങൾ ചെയ്ത, എല്ലാ ഹറാമുകൾ ചെയ്ത, എല്ലാ മോശത്തരങ്ങളും ചെയ്ത ഖത്താബിന്റെ മകനാകുന്ന ഉമറുണ്ടല്ലോ, ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ പാപങ്ങൾ മുഴുവനുമുണ്ടല്ലോ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് പറയുമ്പോ എന്റെ വാപ്പാ ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരോട് പറയുകയാ, തൗബ ചെയ്തോ, തൗബ ചെയ്തോ, തൗബ ചെയ്തോ. കരഞ്ഞുകൊണ്ട് പടച്ചവനോട് തൗബ ചെയ്തോ. അറിയാതെ ജീവിതത്തിൽ വന്നു പോയതാണല്ലാ, പൊറുക്കടേ അല്ലാ, പൊറുക്കടേ അല്ലാ. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ടവരെ പുറത്തു നൽകും. അല്ലാഹ് കരുണയുള്ളവനാ, അല്ലാഹു പുറത്തു നൽകുന്നവനാ. ഒരു കാലഘട്ടത്തിൽ എല്ലാ തെമ്മാടിത്തരങ്ങളും ചെയ്ത ഖത്താബിന്റെ മകനാകുന്ന ഉമർ അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് കിടക്കുന്നത് ലോകത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്താ. ഞാൻ പറയാ, എന്തൊക്കെ തെറ്റുകൾ ചെയ്തു അവസാനം ഉമർ തങ്ങൾക്ക് അല്ലാഹ് പുറത്തു കൊടുത്തില്ലേ? ഉമർ തങ്ങൾക്ക് അല്ലാഹ് പുറത്തു കൊടുത്തില്ലേ? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ പറയാ, എന്ത് തെറ്റുകൾ ചെയ്താലും, എന്ത് നന്മകൾ ചെയ്ത്, എന്ത് തോന്നിയവാസങ്ങൾ ചെയ്താലും അത് മുഴുവനും ഏക ഇലാഹായ പടച്ചവന്റെ ദർബാറിലേക്ക് എന്റെ പ്രിയപ്പെട്ടവർ ഏറ്റുപറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹ് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ കഴിയണം. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ.